വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിലിം മൂവ്മെൻറ്റ്സ് ആണ്. ജർമ്മൻ എക്സ്പ്രഷനിസം, സോവിയറ്റ് മൊണ്ടാഷ്, ഇറ്റാലിയൻ ന്യൂ റിയലിസം, ഫ്രഞ്ച് ന്യൂ വേവ്, ഹോളിവുഡ് സിനിമ, ജപ്പാനീസ് സിനിമ, കൊറിയൻ സിനിമ, ഇറാനിയൻ സിനിമ, ഫിലിം സ്പൈ, വുമൺ ഡയറക്ടേഴ്സ്, ആഫ്രിക്കൻ സിനിമ, നാഷണൽ സിനിമ, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ. ഇതൊക്കെയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫിലിം സ്റ്റഡീസിൽ ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ളത് റെഫർ ചെയ്യുന്നുള്ളത് ഷോർട്ട് ലിവ്ഡ് ആണ്, ബട്ട് ഇൻഫ്ലുവൻഷ്യൽ അവാൻഗ്രേഡ് മൂവ്മെൻ്റ് ആണ്. ഏർലി 20th സെഞ്ച്വറിയിലെ ഇൻഫ്ലുവൻഷ്യൽ അവാൻഗ്രേഡ് മൂവ്മെൻ്റ് ആണ്. ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം ജർമ്മൻ സിനിമ ക്യാരക്ടറൈസ്ഡ് ചെയ്യുന്നുള്ളത് ബൈ സ്റ്റൈലൈസ്ഡ് വിഷ്വൽസ്, ഡിസ്റ്റോർട്ടഡ് സെറ്റ്സ് ആൻഡ് ക്യാറോസ്കുറോ ലൈറ്റിംഗ് ടു എക്സ്പ്രസ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ ഈ ഒരു ജർമ്മൻ സിനിമക്കുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് തീംസാണ് ഈ ഒരു ജർമ്മൻ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ജർമ്മൻ എക്സ്പ്രഷനിസത്തിൻ്റെ എമേർജ് എന്നുള്ളത് 1920-ലാണ്. അതുപോലെ തന്നെ ഇതൊരു ട്രോമ, അതുപോലെ തന്നെ ഇൻസ്റ്റെബിലിറ്റി ഓഫ് പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിലെ റെസ്പോൺസ് കൂടിയാണ് ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ളത്. ഈ ഒരു മൂവ്മെൻ്റ് അറിയപ്പെടുന്നുള്ളത് ഇതിൻ്റെ സ്റ്റൈലൈസ്ഡ് വിഷ്വൽസ് കാരണമായിട്ടാണ്. ഈ ഒരു സ്റ്റൈലൈസ്ഡ് വിഷ്വൽസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഡിസ്റ്റോർട്ടഡ് സെറ്റ്സ് എന്നുള്ളത് അൺറിയലിസ്റ്റിക് ആണ്. ക്യാറോസ്ക്യൂറോ ലൈറ്റിംഗ് എന്നുള്ളത് ഹൈ കോൺട്രാസ്റ്റ് ലൈറ്റിംഗ് ആണ് വിത്ത് ഡീപ്പ് ഷാഡോസ്. ഈ ഒരു ലൈറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എ സെൻസ് ഓഫ് അണ്ണീസ് ആൻഡ് ഡ്രാമ ആണ്. അതുപോലെ തന്നെ ഹൈപ്പർ എക്സ്പ്രസീവ് പെർഫോമൻസും ഡ്രമാറ്റിക് മേക്കപ്പും ഇൻറ്റൻസ് ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുള്ളത് അബ്സ്ട്രാക്ട് ഐഡിയാസും സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സും റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസ് പലപ്പോഴും യൂസ് ചെയ്യുന്നുള്ള എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് മാഡ്നസ്, ബെട്രയലൊക്കെയാണ്. ഈ ഒരു തീംസ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ ഡാർക്കർ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി. അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ആൻസൈറ്റീസ് ആൻഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ദ പോസ്റ്റ് വാർ എറ. Some of the most influential film of this moment include The Cabinet of Dr. Caligari, Nosferatu, Metropolis and The Last Laugh. German Expressionism എന്നുള്ളത് had a lasting impact on cinema, influencing genres like horror, film noir and even superhero films. ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസത്തിൻ്റെ സ്റ്റൈലൈസ്ഡ് വിഷ്വൽസ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് സൈക്കോളജിക്കൽ തീംസ്. ഈ ഒരു സൈക്കോളജിക്കൽ തീംസ് എക്സ്പ്ലോർ ചെയ്യുന്നത് കണ്ടിന്യൂ ടു റിസൊനേറ്റ് വിത്ത് ഫിൽം മേക്കേഴ്സ് ആൻഡ് ഓഡിയൻസസ് ടുഡേ.